അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു വേമിഷനാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വേമിഷൻ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പ്രൊപ്പിലിൻ ഗ്ലൈക്കോളാണ് വേണ്ടത്. അതൊരു കിലോയ്ക്ക് 125 മില്ലി നമുക്ക് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് സ്റ്റിറിക് ആസിഡാണ്. സ്റ്റിറിക് ആസിഡ് നമുക്ക് വേണ്ടത് 125 മില്ലി തന്നെയാണ് കേട്ടോ. ഒരു കിലോയിലേക്ക് 125 മില്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിറിക് ആസിഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ. അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ വയ്ക്കാം. ഗ്ലിസറിൻ ഒരു 50 മില്ലി കേട്ടോ. ഒരു കിലോയിലേക്ക് 50 മില്ലി. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് TRI ആണ്, എത്തനോൾ അമീൻ. അതും 50 മില്ലി വേണം കേട്ടോ, ഒരു കിലോയിലേക്ക്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ലോറിയൽ ഗ്ലൂക്കോസൈഡ്. അത് ഒരു കിലോയിലേക്ക് 150 മില്ലി, 150 ഗ്രാം വേണം. അപ്പോൾ അത് നമ്മൾ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. നമ്മുടെ സോപ്പിന് നല്ല കട്ടിയും പതയെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ലോറിക് ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ വെളിച്ചെണ്ണ, അതൊരു 200 മില്ലി വെളിച്ചെണ്ണ വേണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് ഒരു കിലോയിലേക്ക് 175 മില്ലി വേണം. 175 മില്ലിയുള്ള ഗ്രാം വേണം. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 75 മില്ലി വെള്ളം വേണം. 75 മില്ലി വെള്ളം കേട്ടോ. അപ്പോൾ നമ്മളതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ നമുക്ക് 1 കിലോ ബേസ് ഉണ്ടാക്കാനായിട്ട് 50 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 50 ഗ്രാം കാസ്റ്റിക് സോഡ എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു 50 ഗ്രാം കാസ്റ്റിക് സോഡ എടുക്കുക. അതിലേക്ക് നമുക്ക് 50 മില്ലി വെള്ളം വേണം. അപ്പോൾ നമ്മൾ അതിലേക്ക് 50 മില്ലി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. അത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡർ 5 ഗ്രാം ചാർക്കോൾ കേട്ടോ, 1 കിലോ ബേസിലേക്ക്. ഇനി നമ്മൾ അതിലേ ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് ചൂടാക്കണത് കണ്ടോ, ചാർക്കോളൊക്കെ ഉണ്ടല്ലേ, 5 ഗ്രാം വേണ്ടു ചാർക്കോൾ. ഇനി നമ്മൾ ഒന്ന് ഓണാക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റിറിക് ആസിഡും ഗ്ലൂക്കോസൈഡും ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാൻ വയ്ക്കുക. നമുക്കത് നന്നായി മെൽറ്റ് ആവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്. സെൻസർ ഒരു 80 ഡിഗ്രി ചൂടായി കഴിയുമ്പോൾ നമുക്കത് ഇറക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതാണ് പഞ്ചസാര. പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്ത് ഒന്ന് തിളക്കില്ല, ഒരു തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തോട്ടോ. അപ്പോൾ ഒന്ന് നന്നായി ക്ലിയറായി വരും. നല്ല പഞ്ചസാര മേടിച്ചോട്ടോ എല്ലാവരും, അല്ലെങ്കിൽ കളർ കിട്ടില്ല അധികം. ഉണ്ട്, ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കത് ഓഫ് ചെയ്തിട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കണ്ടോ. ഇനി നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്, നമ്മൾ 6 സാധനങ്ങൾ എടുത്തില്ലേ, അത് കണ്ട നല്ല ക്ലിയറായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലിയറായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ 80 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര അതിലേക്കാണ്ട് ഒഴിക്കുക കേട്ടോ. നമ്മളിപ്പോൾ പഞ്ചസാര ആ ലായിനാണ്ട് ഒഴിച്ചു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ നമ്മൾ. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കാസ്റ്റിക് സോഡ കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ ഒഴിക്കാനേ പാടുള്ളൂ, കൂടുതൽ ഒന്നായിട്ടും അങ്ങോട്ട് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചോളാം. ഓക്കെ, നമ്മുടെ ബ്ലെൻഡർ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കട്ട വേഗം ഒന്ന് ഉടയാൻ. ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും ഉള്ളൂ. അല്ലേ നമ്മൾ ഇളക്കിയിട്ട് ചെയ്താലും മതി. ഇപ്പോൾ മെഷീൻ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പതപ്പൊന്തിൻ്റെ പതക്കും താഴണം കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ബേസ്. ഇപ്പോൾ നമ്മൾ ആ ബ്ലെൻഡർ ഇട്ടാൽ തന്നെ പതിയൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഓക്കെ, നന്നായിട്ട് ക്ലിയർ ബേസ് ആട്ടോ. നല്ല കട്ടിയുള്ള ബേസാണ്, സൾഫേറ്റ് ഫ്രീയും
ഫെർമെൻറ്റ് ഫ്രീ ആയിട്ടുള്ള നമ്മുടെ ബേസ് ഇട്ട്. ഇനി നമ്മൾ അതിലേക്ക് ചാർക്കോളിൻ്റെ പൗഡർ ആഡ് ചെയ്യുക. അതായത് നമ്മൾ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് അത് ചാലിച്ചിട്ട് അത് നമ്മൾ ബേസിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത്. നന്നായി ബേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് ഇളക്കിയാണ്ട് കൊടുക്കുക. നല്ല ബേസ് ചെയ്യേണ്ട നല്ല കറസാണ്. ഇതാണ് നമ്മുടെ ചാർക്കോളിൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ് കേട്ടോ. ഇനി നമുക്കത് മോൾഡിലേക്ക് കൊണ്ട് ഒഴിക്കാം. മോൾഡിലേക്ക് കറക്റ്റായിട്ട് മോൾഡ് ഒക്കെ അടുത്ത് കൊണ്ട് വെച്ചോ കേട്ടോ എല്ലാവരും. എന്നിട്ട് മോൾഡിലേക്ക് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. മോൾഡിലേക്ക് പതുക്കാണ്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊക്കെ വടിച്ചാണ്ട് ഒഴിച്ചു കേട്ടോ. ഓക്കെ കണ്ട. ഇനി അത് വടിച്ച് കറക്റ്റായിട്ട് കഴിക്കാണ്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബേസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ളൂ നമുക്ക് ചാർക്കോളിൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്കത് അപ്പോഴേ നമ്മുടെ ചാർക്കോളിൻ്റെ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ നിങ്ങൾക്കത് നമ്മുടെ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. വേണ്ടില്ലേ നമ്മുടെ ചാർക്കോളിൻ്റെ സോപ്പൊക്കെ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാർക്കോളിൻ്റെ സോപ്പൊക്കെ ഉണ്ടല്ലേ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചാർക്കോളിൻ്റെ സോപ്പുകൾ ഉണ്ടാക്കാം. കണ്ടോ നല്ല കട്ടിയാണ് കണ്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ചാർക്കോൾ സോപ്പ് അതിന് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം നമുക്ക്. ശരി വെച്ചിട്ട് പതുക്കെ കട്ട് ചെയ്യുക കണ്ടോ. ചാർക്കോൾ സോപ്പല്ല, ചാർക്കോളിൻ്റെ ബേസ് ഇട്ടാ. ഇപ്പം ചാർക്കോളിൻ്റെ ബേസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കാം. നമ്മളിത് സ്മെല്ല് ചേർത്തല്ലേ, സ്മെല്ല് ചേർത്താൽ നമുക്ക് കൊടുക്കാമായിരുന്നു. കണ്ടാ നല്ല സോപ്പായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾ ഗ്ലിസറിൻ സോപ്പുകളൊക്കെ നമ്മളെപ്പോൾ മോൾഡിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മളത് പാക്ക് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ അത് ഗ്ലിസറിൻ്റെ സോപ്പ് ആയതുകൊണ്ട് അത് ഒരു എണ്ണമയം വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിലേ നിങ്ങളത് എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മറുപടി തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഓക്കെ.